അമ്പാടിയുടെ ഡ്രസ്സ് വീട്ടിലിരിക്കണോണ്ട് എന്നെ കിട്ടിയില്ല, ഇടാൻ പറ്റിയില്ല. എൻ്റെ വീട്ടിലാണ് ഡ്രസ്സ് ഇരിക്കണം. നമ്മൾ അമ്പലത്തിൽ പോയിട്ടൊന്ന് ബാക്കി വിശേഷം. അമ്പാടിയുടെ ബർത്ത്ഡേ മാത്രമല്ല, ചേട്ടൻ്റെ പിറന്നാളും കൂടിയാണ്. പിന്നെ ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മേടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെയാണ്. 3 കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്പെഷ്യലായിട്ട്. നമ്മുടെ ലൈഫിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം പോകുന്ന ഈ അമ്പലത്തിലോട്ടാണ് കേട്ടോ. നമുക്ക് അത്രയ്ക്ക് സ്പെഷ്യലാണ് ഈ അമ്പലം. നമ്മുടെ മാരേജ് കഴിഞ്ഞത് ഈ അമ്പലത്തിൽ വെച്ചാണ് കേട്ടോ. സദാശിവായ ഓം ശിവായ ശങ്കര ശങ്കരി മനോഹരായ ഓം ശിവായ ശങ്കര ശങ്കരി മനോഹരായ ഓം ശിവായ ശങ്കര നിത്യനേച്ചിതം. അമ്പാടിക്ക് സുഖമില്ലാത്തത് കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലും കാണിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ വയ്ക്കാനാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ചെന്ന ഉടനെ അമ്പാടിക്ക് ഒരു ചെറിയ സദ്യ ഒരുക്കി കൊടുത്തു. വലിയതായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, എന്നാലും കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കി കൊടുത്തു. കാരണം അവൻ്റെ പിറന്നാളല്ലേ, അപ്പോൾ പരിപ്പും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ കരുതി അങ്ങനെ ഒരു സദ്യ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടപോലെയാണ് കഴിച്ചത് കേട്ടോ. പപ്പടം ചോറിന് വിരവി കഴിക്കും. ചോറും കൂടെ തിന്നു മക്കള്. അമ്പാടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചായിരുന്നു. അത്രയും അടിപൊളി അല്ലെങ്കിൽ ഒരു ചെറിയ കുഞ്ഞു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും രാവിലെ മുതലേ ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ സിസ്റ്ററും ഫാമിലിയൊക്കെ വന്നു. അവർ വന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ